ഞാൻ എൻ്റെ 2 ഫ്രണ്ട്സുമായിട്ട് ഒരു യാത്രക്കിടയിൽ ഒരു തട്ടുകട, ഒരു അമ്മച്ചി നടത്തുന്ന തട്ടുകടയാണ്. ബാക്കിൽ ചെറിയൊരു ബെഞ്ചിലിരുന്നു ചായ കുടിച്ചിട്ട് ഒരുപാട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് പൊട്ടിയൊക്കെ ചിരിച്ച് ഒത്തിരി അങ്ങനെ ഇരുന്ന സമയത്ത് പാത്രം കഴുകിക്കൊണ്ടിരുന്ന ആ അമ്മ തിരിഞ്ഞു ചോദിച്ച്, നിങ്ങൾ എന്നെ കളിയാക്കുകയാണോ? അപ്പോൾ ഞങ്ങൾ പറഞ്ഞു, ഒരിക്കലും ഇല്ല, ഞങ്ങളുടെ ജീവിതകഥകൾ പറഞ്ഞുകൊണ്ടിരിക്കുകയെന്ന്. അപ്പോൾ ആ അമ്മ ഞങ്ങളോട് പറയാം, എനിക്കും ഉണ്ട് ഒരു ജീവിതകഥ. എന്ത് ചെയ്യാനാ, ആരോടും പറയാനില്ല. പല സമയത്ത് ഇങ്ങനെ താനേ സംസാരിക്കുക. പാത്രം എത്ര കഴുകിയിട്ടും വെളുക്കുന്നില്ല. ഞാനിങ്ങനെ താനേ സംസാരിച്ച് എൻ്റെ ഓരോ വിഷമങ്ങളും വേദനകളും ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പം ഞങ്ങൾ പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, ഒറ്റയ്ക്ക് പറയണ്ട, ഇങ്ങ് വാ, ഞങ്ങളുടെ കൂടെ ഇരിക്കുക. ഞങ്ങൾ 3 പേരില്ലേ, നമുക്ക് ഒന്നിച്ച് പറയാം. അപ്പം ഞങ്ങളുടെ ട്രെയിൻ വരാൻ സമയമായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു, നിങ്ങളിപ്പോൾ പെട്ടെന്ന് പോകത്തില്ലേന്ന് പറഞ്ഞ്. നിൽക്കാൻ ഒരു വഴിയില്ല, കാര്യം ട്രെയിൻ ഉടനെ പോകും. അപ്പോൾ ഇതാണ് മിക്ക മനുഷ്യരുടെയും ഇന്നത്തെ അവസ്ഥ. കേൾക്കാൻ ആരുമില്ല. ഞാൻ ഡിഗ്രിക്ക് പഠിക്കാൻ നേരത്ത് ഇംഗ്ലീഷ് ബുക്കിൽ ഒരു സ്റ്റോറി ഉണ്ടായിരുന്നു, ലിയോ ടോൾസ്റ്റോയുടെ ലെമൻറ്റ് എന്ന് പറഞ്ഞ കഥ. ഒരു കുതിര വണ്ടിക്കാരനായിരുന്നു. അദ്ദേഹത്തിൻ്റെ മകൻ മരിച്ചുപോയി. 70 വയസ്സിൽ അധികം പ്രായമുള്ള ഇദ്ദേഹം കൂനി സ്വന്തം കുതിരവണ്ടിയിൽ ജീവിക്കാൻ വേണ്ടി മകൻ മരിച്ചു പിറ്റേ ദിവസം തന്നെ ഇറങ്ങുകയാണ്. തൻ്റെ ഈ നെഞ്ചു പൊട്ടുന്ന വേദന ആരോടെങ്കിലും പറയണമെന്നുണ്ട്. പക്ഷേ കയറിയോ ആദ്യം ഒരു ചെറുപ്പക്കാരനായിരുന്നു കയറിയത്. അദ്ദേഹത്തോട് പറയാൻ ശ്രമിച്ചു. അദ്ദേഹം കേൾക്കാൻ ഒട്ടും താല്പര്യം കാണിച്ചില്ല. പിന്നെ കയറിയ ഓരോരുത്തരോട് പറയാൻ അദ്ദേഹം ശ്രമിക്കുന്നുണ്ട്. പക്ഷെ ആരും അദ്ദേഹത്തിന് ചെവി കൊടുക്കാൻ തയ്യാറായില്ല. അവസാനം അദ്ദേഹം ആ കുതിരയോട് യാത്രയായപ്പോൾ തൻ്റെ ഓട്ടമെല്ലാം തീർന്നതിന് ശേഷം ആ കുതിരയുടെ അടുത്ത് ചെന്ന് അതിൻ്റെ ദേഹത്ത് കൈകൾ സ്പർശിച്ചുകൊണ്ട് തൻ്റെ സങ്കടം പറഞ്ഞു. കുതിര പതുക്കെ ഒന്ന് തലയാട്ടി. അദ്ദേഹത്തിൻ്റെ മനസ്സിന് വളരെ വലിയൊരു ആശ്വാസം തോന്നി. ഇത് പഠിക്കുന്ന സമയത്ത് എനിക്കൊരുപാട് വേദന തോന്നി. പക്ഷേ അതിൻ്റെ വ്യാപ്തി എന്താണ്, അതിൻ്റെ ഡെപ്ത് എന്താണെന്ന് മനസ്സിലാക്കുന്നില്ല. ഇന്ന് കേൾക്കാൻ ആരുമില്ല, ആർക്കും. എല്ലാവരും ഓടുകയാണ്. ട്രെയിനിലാണെങ്കിൽ എല്ലാവരുടെയും കൈകളിൽ ഫോണാണ്. ഓരോരുത്തരും ഫോണിൽ ഒന്നെങ്കിൽ ഏതെങ്കിലും പാട്ട്, ഡാൻസ്, പാചകം, സിനിമ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആരും അങ്ങോട്ടും ഇങ്ങോട്ടും ശ്രദ്ധിക്കാറില്ല, ആരും സംസാരിക്കാറില്ല. ഫ്രണ്ട്സ് തന്നെ 5-6 കൂട്ടുകാർ കൂടിയാലും എല്ലാവരുടെയും കണ്ണുകൾ ഫോണിൽ. കുട്ടികൾ കൂടിയാൽ കളികളില്ല, ഫോണിൽ. ഇത് നമ്മളുടെ കേരളം അല്ലേ? എന്നും കേൾക്കുന്ന വാർത്തകൾ എന്താണ്? ഭയങ്കര ക്രൈസിസാണ്. ഇതിൻ്റെ കാര്യം ഡിസ്കണക്ഷൻ വിത്ത് അവർ സെൽഫ്. നമ്മൾ എന്താണ്, ആരാണ് എന്നുള്ളത് ഇന്ന് ഡിസ്കണക്റ്റ് ചെയ്യപ്പെടുകയാണ്. നമ്മളെന്ന് പറയുന്ന വ്യക്തിയായിട്ട് ഒരു കണക്ഷനില്ല. ഒരു മനുഷ്യൻ്റെ സഹജമായ സ്നേഹം, ബന്ധങ്ങൾ, സന്തോഷം, സമാധാനം എന്നിവ തമ്മിൽ കണക്ഷൻസ് ഇല്ല. എല്ലാവരും അനേകം റീൽസിലേക്ക് മാത്രം ശ്രദ്ധിക്കുന്നു. കാര്യം ഈ ഒരുപാട് വ്ളോഗേഴ്സ് ഉണ്ട്. എല്ലാവരും ശ്രമിക്കുന്നത് ജീവിതത്തിൽ എന്തെങ്കിലും ഇവൻറ്റ്സ് ഉണ്ടല്ലോ, അത് വ്ളോഗ് ചെയ്ത് ഇടുക എന്നുള്ളതാണ്. ഒരിക്കലും ലൈഫ് എന്താണ് എന്ന് ഒരിക്കലും ജീവിക്കാൻ ശ്രമിക്കുന്നില്ല. ഞാനും എൻ്റെ ഒരു സുഹൃത്തും കൂടെ ഒരിക്കലും ഒരു വള്ളത്തിൽ യാത്ര പോയപ്പോൾ ഭയങ്കര പ്രകൃതി മനോഹരമായ സ്ഥലമാണ്. പക്ഷേ വീഡിയോ എടുത്ത് ഇങ്ങനെ ഷൂട്ട് ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഒരു കാര്യം മനസ്സിലായി. പ്രകൃതി എപ്പോഴും നമ്മളെ ഹീൽ ചെയ്യും. പ്രകൃതിയായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല. ഞാൻ ഫോൺ ഓഫ് ചെയ്ത് വെച്ച് എൻ്റെ ഫ്രണ്ടിനോട് പറഞ്ഞ് ഓഫ് ചെയ്ത് വെക്ക്, വി ഹാവ് ടു കണക്ട് വിത്ത് ദ നേച്ചർ, ദെൻ ഇറ്റ് വിൽ ബി എ ഹീലിംഗ് ടു അസ്. സോ ഇന്ന് ഡിസ്കണക്റ്റായി പോയ ഒരു ജനറേഷനിൽ നിന്ന് നമ്മളിലേക്കും ചുറ്റുപാടുകളിലേക്കും കണക്ട് ചെയ്യാൻ കഴിയാൻ സാധിക്കട്ടെ. അതിനായിട്ട് നമ്മളുടെ മനസ്സിലേക്ക് ചേഞ്ചസ് ഉണ്ടാവട്ടെ.